Hey guys, back again. Welcome to Hakai. So, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെയ്യാൻ പോകുന്ന ബോക്സ് ഒ എസ് ഹാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡൗൺലോഡ് ദാറ്റ് ബോക്സ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്മുടെ വേൾഡ് ഹബിലുള്ള ഒരു ബോക്സാണ്. സോറി, ഇവിടെ വിർച്വൽ മെഷീൻസിൽ വന്നിട്ട് സെർച്ച് ചെയ്താൽ മതി OS hacks. Okay, this is a machine, so basically click on that and you will get the link. Okay, ഞാൻ എന്തായാലും ഈ ലിങ്ക് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. So it's actually not hacks, it is X. Okay, so anyway, so നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ മിറർ ഓപ്ഷൻ ഉണ്ട്, അതിൽ OBA ഫയലാണ്. Just click on it and save the file. So I have already downloaded that file, so you can see that. എന്നിട്ട് പിന്നെ ഡൗൺലോഡ്സിൽ പോയിട്ട് നിങ്ങൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ OS ഹാക്സിൻ്റെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് ക്ലിക്ക് ഇമ്പോർട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു സംഗതി, OS ഹാക്സിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ അഡാപ്റ്റർ ഏതാണെന്ന് സെറ്റ് ചെയ്യാം. ആക്ച്വലി ഇതിന് നെറ്റ്വർക്ക് ആവശ്യമില്ല. സോ ഒന്നെങ്കിൽ ഹോസ്റ്റലി അഡാപ്റ്ററോ അല്ലെങ്കിൽ ഏതിലിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാനിപ്പോൾ ഹോസ്റ്റലി അഡാപ്റ്ററാണ് ഇട്ടേക്കുന്നത്. സോ അതേപോലെ എൻ്റെ അഡാപ്റ്ററിൻ്റെ എയിമും VBox Net 0 എന്നാണ്. ഓക്കെ, നമുക്കിനി ഈ ബോക്സ് ലോഞ്ച് ചെയ്യാം. സോ ജസ്റ്റ് ക്ലിക്ക് ദ സ്റ്റാർട്ട്. ഓക്കെ, ബോക്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആസ് യൂഷ്വൽ നമുക്കൊരു ബോക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ ആണ്. നമുക്കൊരു ബോക്സിൻ്റെ നമ്മുടെ കയ്യിലൊരു ബോക്സ് കിട്ടിയാൽ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോർമൽ കേസിൽ നമുക്ക് IP അഡ്രസ്സ് കിട്ടും. ഇപ്പം ഹാക്ക് ദ ബോക്സ് അല്ലെങ്കിൽ ട്രൈ ഹാക്ക് മീ ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ നമുക്ക് IP അഡ്രസ്സ് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ IP അഡ്രസ്സ് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെക്ക്. ഓക്കെ, റണ്ണിങ് ആണ്. സോ നമ്മൾ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ മൈ സ്ക്രീൻ. സോ ലെറ്റ് മീ സ്പ്ലിറ്റ് മൈ സ്ക്രീൻ. ഓക്കെ, സോ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് സ്യൂഡോ പ്രിവിലേജ് ആവശ്യമുണ്ട്. അപ്പോൾ സ്യൂഡോ നെറ്റ് ഡിസ്കവർ -i എന്ന് പറയുന്ന ടാഗ് ഇൻ്റർഫേസിനെ നമ്മൾ ഏത് ഇൻ്റർഫേസ് ആണോ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇവിടെ. പിന്നെ നമ്മുടെ ബോക്സിൻ്റെ ഏത് ഇൻ്റർഫേസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്.
സോ വി ബോക്സ് നെറ്റ് 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ബോക്സിൻ്റെ ഇൻ്റർഫേസ്. സോ ആ ഇൻ്റർഫേസ് വെച്ചിട്ട് സ്കാൻ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ആ ഒരു ഇൻ്റർഫേസിൽ റൺ ചെയ്യുന്ന IP അഡ്രസ്സ് ഫുൾ എന്ത് ചെയ്യും കാണിച്ചു തരും. സോ ഇനി ഞാൻ ഇൻ്റർഫേസ് -i എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുക, ഫ്ലാഗ് യൂസ് ചെയ്ത് ഇൻ്റർഫേസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി. സോ വി ബോക്സ് നെറ്റ് 0 പിന്നെ അടിച്ചു കൊടുക്കുക, പ്രസ് എൻ്റർ, പാസ്വേഡ്. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് വരും, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. സോ എനിവേ, സോ ബേസിക്കലി നമുക്ക് IP അഡ്രസ്സ്, ഒരു മെഷീൻ്റെ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 2 IP അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണിച്ചേക്കുന്ന IP അഡ്രസ്സ് അത് എൻ്റെ DHCP സെർവറിൻ്റെ IP ആണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതെങ്ങനെയൊക്കെ മനസ്സിലായി എന്നുള്ളത്. ഫയൽ വിർച്വൽ ഹോസ്റ്റ് നെറ്റ്വർക്ക്, ഓക്കെ, ഹോസ്റ്റ് നെറ്റ്വർക്ക് മാനേജറിൽ DHCP സെർവറിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ സെർവർ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ, .100 എന്ന് പറയുന്നത്. അപ്പോൾ സോ അതിൻ്റെ തൊട്ട് താഴെയുള്ള, നേരത്തെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു IP ആണ് പിന്നെ നമ്മുടെ ടാർഗറ്റ് മെഷീൻ്റെ IP. സോ Ctrl+C നമുക്ക് ക്ലോസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ സിസ്റ്റത്തിൻ്റെ IP ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പിങ് ചെയ്ത് നോക്കുക, നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സോ കോപ്പി ആൻഡ് പിങ്. ഓക്കെ, സക്സസ്ഫുള്ളി പിങ് കണ്ടോ. സോ എന്താണ് ബേസിക്കലി പിങ് എന്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അത് ഒരു നമ്മുടെ ടാർഗറ്റ് മെഷീനുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, ICMP റിക്വസ്റ്റ് അയക്കുകയാണ് ചെയ്യുക. ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 64 എന്നുള്ള ഒരു സീക്വൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ICMP റിക്വസ്റ്റ് ഈ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 64 ബിറ്റുള്ള ഒരു പാക്കറ്റ് ആണ് എന്താ ICMP എന്ന് പറയുന്ന ആ റിക്വസ്റ്റിൽ ഉണ്ടാവുക. സോ ആ ഒരു പിന്നെ ICMP ബേസിക്കലി നമ്മുടെ ടാർഗറ്റ് മെഷീനിൽ അയച്ചു നോക്കുന്നു. അപ്പം അങ്ങനെയാണ് പിങ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. അയക്കുമ്പോൾ അതിന് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ഹോസ്റ്റ് മെഷീൻ അപ്പാണോ, സോറി ടാർഗറ്റ് മെഷീൻ അപ്പാണോ അല്ലേ എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുക. സോ ഇവിടുത്തെ കേസിൽ ആക്ച്വലി എൻ്റെ ഹോസ്റ്റ് മെഷീൻ പാരറ്റോയ്സ് ആണ്. അതിൽ ഞാൻ വിർച്വൽ ബോക്സിലാണ് നമ്മളെ ടാർഗറ്റ് മെഷീൻ, അതായത് OSX റൺ ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ OSX, അതായത് ടാർഗറ്റ് മെഷീനെ ഞാൻ പിന്നെ ഹോസ്റ്റ് ഉള്ളി അഡാപ്റ്ററിലാണ് കഴിക്കുന്നത്. സോ എൻ്റെ ടാർഗറ്റ് മെഷീനും അതേപോലെ തന്നെ എൻ്റെ ഹോസ്റ്റ് മെഷീനും, അതായത് എൻ്റെ മെഷീനും ഒരേ നെറ്റ്വർക്ക് റേഞ്ചിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഡയറക്റ്റ്ലി പിങ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു IP കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പിന്നെ സിസ്റ്റത്തിൻ്റെ IP കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ഡോക്യുമെൻറ്റ് ദാറ്റ്. സോ നമുക്ക് എന്ത് കാര്യം കിട്ടിയാലും അതിനെ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കുക. IP ഓക്കെ. സോ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്യൂമറേഷനാണ്. ആ പിന്നെ സിസ്റ്റത്തിൽ ഏതൊക്കെ പിന്നെ പോർട്സ് ഓപ്പൺ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യലാണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നെറ്റ്വർക്ക് മാപ്പർ ഓർ Nmap എന്ന് പറയുന്നത്. ഓക്കെ, സോ Nmap ബേസിക്കലി അതിലുള്ള പോർട്സും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യും. സോ മോസ്റ്റ് പ്രോബബ്ലി ഒരു സിസ്റ്റത്തിൽ, ഒരു പിന്നെ മെഷീൻ്റെ ഉള്ളിൽ ഏകദേശം 65,535 പോർട്ടുകളുണ്ട്. ഓക്കെ എന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ്. സോ അപ്പോൾ ഈ Nmap ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മുഴുവൻ പോർട്ടുകളും സ്കാൻ ചെയ്യാം. അതിൽ ഏതൊക്കെ ഓപ്പൺ പോർട്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള എന്യൂമറേഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം യൂസിങ് -p -tag ആൻഡ് +IP അഡ്രസ്. ഓക്കെ, സോ എന്തിനാണ് ഞാൻ ഫസ്റ്റ് ഇത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്കാനിങ് പ്രോസസ്സ് കുറച്ചൊന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം -p എന്ന് പറയുന്ന ആ ഒരു ടാഗ് യൂസ് ചെയ്താൽ, സോറി ആ ഫ്ലാഗ് യൂസ് ചെയ്താൽ, പിന്നെ ആ ഒരു IP-യിൽ ഓടുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള മുഴുവൻ പോർട്സും പോയി സ്കാൻ ചെയ്തിട്ട് അതിൽ ഓപ്പൺ ആയിട്ടുള്ളതല്ല, അതിലുള്ള മുഴുവൻ പോർട്ടും സ്കാൻ ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുള്ള പോർട്ടുകളുടെ റിസൾട്ട് മാത്രം തരും. ജസ്റ്റ് ഈ പോർട്ട് ഓപ്പൺ ആണോ അല്ലേ എന്നുള്ള റിസൾട്ട് മാത്രം തരും.
പിന്നെ അപ്പോൾ കുറച്ചുകൂടി ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പോർട്ട് 22 പോർട്ട് 18 മാത്രമേ ഓപ്പൺ ഉള്ളൂ. സോ ഇനി നമുക്ക് ഒരു എൻആപ്പ് സ്കാനും കൂടി ചെയ്യാം. അപ്പോൾ -P അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 2 പോർട്ടാണ് ഓപ്പൺ ഉള്ളതെന്ന്. സോ നമുക്ക് ആ 2 പോർട്ടുകൾ മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, പോർട്ട് 22 പോർട്ട് 18. സോ എന്നിട്ട് നമുക്ക് കുറച്ച് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. -A അഗ്രസീവ് സ്കാൻ എന്ന് പറയും. ഇത് സാധാരണ നമുക്ക് നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഞാൻ കാണിച്ചു തരാം. ക്ലിയർ man nmap. ഓക്കെ, ഇതിൽ -A ടാഗ് എന്താണെന്നുള്ള പോയി നോക്കിയാൽ not output. -L where is it? Stealth scans SYSN SASW. സോ നിങ്ങൾക്ക് ബേസിക്കലി എൻമാപ്പിൻ്റെ ഫുൾ മെത്തഡോളജി കിട്ടണമെന്നുണ്ടെങ്കിൽ മാൻ പ്ലസ് എൻമാപ്പ് എന്ന് അടിച്ചാൽ മതി. എന്താണ് മാൻ പേജ് എന്ന് വെച്ചാൽ ഒരു മാനുവലാണ്. സോ -A option enables OS detection among the paper customization. -A tag. ഓക്കെ, സോറി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വെബ്സൈറ്റ് കാണിച്ചു തരാം. സോറി, TryHackMe എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതിലൊരു എൻമാപ്പിൻ്റെ TryHackMe ബേസിക്കലി എനിക്ക് അതിൽ ഓൾറെഡി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൊക്കെ എടുക്കേണ്ടി വരും. സോ ഇതിൽ എൻമാപ്പിൻ്റെ ഒരു റൂമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും എൻമാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റൂം. ആ എൻമാപ്പിൻ്റെ റൂമിൽ പോയാൽ സോ സ്കാനിങ് ടൈപ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഞാൻ കംപ്ലീറ്റ് ചെയ്ത റൂമാണിത്. അപ്പോൾ ഇതിൽ -A ടാഗിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. സോ ബേസിക്കലി നമുക്കൊരു കാര്യം പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആ കാര്യം പിന്നെ അതേപോലെ പഠിക്കാതെ കുറച്ച് ടാസ്കുകൾ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് തൊട്ട് എന്താണ് സ്ട്രിങ്, എന്താണ് പിന്നെ എന്താ സിൻടാക്സ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നോക്കി ഇൻറ്റിജർ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് തൊട്ട് പഠിച്ചാൽ വൻ ബോറിംഗ് ആയിരിക്കും. അതിന് പകരം ഒരു ടാസ്ക് വെക്കുക. അപ്പോൾ സപ്പോസ് ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ടാസ്ക്കാണ്. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, സോ പോർട്സ് എന്താണ്, പോർട്സ് എന്തൊക്കെയാണ് പോർട്സ്. അപ്പം ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പോർട്സ് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് പോർട്സ് വാട്ട് ഈസ് ports in networking. സോ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് പോർട്സ് എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടാസ്ക് ബേസിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ബോറിംഗ് ആവില്ല. സോ നിങ്ങൾ ഈ ഒരു റൂം ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ അതിൽ തന്നെ -A യൂസ് ചെയ്ത, അതായത് അഗ്രസീവ് സ്കാൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബാക്ക് ടു അവർ മെഷീൻ. സോ നമുക്കിവിടെ -A ടാഗ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് IP കൊടുക്കാം. I have to click this way. IP address shift control P. And there is number IP. It's over here. Press enter.
സോ അതാകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോർട്ട് മാത്രമേ സ്കാൻ ചെയ്യുള്ളൂ. അപ്പം അല്ലാതെ നമ്മൾ നോർമൽ ഇപ്പം നമുക്കറിയില്ല, ഫസ്റ്റ് ടൈം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയില്ല എത്ര പോർട്ട്സാണ് ഓപ്പൺ ഉള്ളത്. ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ പോർട്ട് ഇങ്ങനെ -p -tag കൊടുത്തിട്ടില്ലെങ്കിൽ എൻമാപ്പ് ആദ്യം ഫസ്റ്റത്തെ ഒരു 1000 പോർട്ട് ഐ തിങ്ക് എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. സോ അത്രയും ടൈം ഉണ്ടാവും, എടുക്കും സ്കാൻ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ സ്കാൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഹിയർ ഓക്കെ എൻമാപ്പ് -p ഓക്കെ. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോർട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഒന്ന് പോർട്ട് നമ്പർ 22 പിന്നെ അതേപോലെ 80. ഓക്കെ, സോ ബേസിക്കലി പോർട്ട് നമ്പർ 22 എന്ന് പറഞ്ഞാൽ SSH ആണ് റൺ ചെയ്യുന്നത്. നമുക്ക് ഈ സ്കാനിൽ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ആൻഡ് പോർട്ട് നമ്പർ 80 ഒരു അപ്പാച്ചെ സെർവർ റൺ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഒരു അപ്പാച്ചെ സെർവർ റൺ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ അതിൻ്റെ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, HTTP ടൈറ്റിൽ ഹാക്കർ ജെയിംസ്. ഓക്കെ, പ്രോബബ്ലി ഇത് എന്താ വെബ്സൈറ്റിൻ്റെ പേര് ഹാക്കർ ജെയിംസ് എന്നാവാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ബ്രൗസറിൽ പോവുക, നമുക്ക് ഇവിടെയുള്ള IP ഡയറക്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ വി ഹാവ് ടു ഡു. Control V. Oops, it's port. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ IP? ഓക്കെ, ഷിഫ്റ്റ് കൺട്രോൾ C കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കൺട്രോൾ C ആണ്. കൺട്രോൾ V അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹാക്കർ ജെയിംസ്, നമ്മൾ നേരത്തെ എൻമാപ്പിൽ കണ്ട സെയിം സാധനം. ഓക്കെ, കണ്ടിട്ട് ഈ ഒരു ഇവിടെ ജസ്റ്റ് പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. സോ നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ റിസോഴ്സ് പേജിൽ ഇവിടെ ജെയിംസ് ഹാക്കർ, ഗൂഗിൾ ഫോണ്ട്, സ്റ്റൈൽ ഷീറ്റ്, പേജ്, ഹെഡർ, ഹീറോ, സെഷൻ, വീഡിയോ, ജെയിംസ് ഹാക്കർ, ഫൂട്ടേഴ്സ്, ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഫസ്റ്റ് ദിസ് മൊമെൻറ്റ്. സോ നമുക്കൊരു ബേസിക്കലി നമുക്കൊരു വെബ്സൈറ്റ് കിട്ടിയാൽ നമുക്കതിനെ എന്യൂമറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കാം, വെബ്സൈറ്റിനെ എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് IP ഒന്ന് കോപ്പി ചെയ്യുക, കൺട്രോൾ C. സോ നമുക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് ഡെർബ് യൂസ് ചെയ്യാം. ക്ലിയർ ആൻഡ് ഡെർബ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഡെർബ് അല്ലെങ്കിൽ ഡെർബസ്റ്റർ രണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡെർബർ, ഡെർബസ്റ്റർ, ഗോബസ്റ്റർ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റിനെ ഡയറക്ടറീസ് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഡെർബ് ദെൻ പേസ്റ്റ് ദ ലിങ്ക് ഫസ്റ്റ് http:// then the IP and press enter. സോ സെയിം ടൈം നമുക്കിവിടെ ഒരു ഡെർബസ്റ്റർ കൂടി റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ കുറേ കാര്യങ്ങൾ. ഓക്കെ, ബേസിക്കലി ഇതൊരു വേർഡ്പ്രസ് സൈറ്റാണ്, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു അഡ്മിൻ ലോഗിൻ പാനൽ പേജൊക്കെ ഇവിടെ കാണാം. ഓക്കെ, സോ ലെറ്റ് മീ ഡു സംതിങ്. പ്രിഫറൻസ്, ലേഔട്ട്, പ്രൊഫൈൽ, സ്ക്രോളിംഗ്, ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്. ഓക്കെ, സോ ഇതിവിടെ റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ഇമേജ് img ഡയറക്ടറി ഉണ്ട്, അതേപോലെ HTML പേജ്, അത് നമ്മളിപ്പോൾ കണ്ട പേജ് തന്നെയാവും. ഓക്കെ, ഒരു വേർഡ്പ്രസ് പേജ് ഉണ്ട്, നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. വേർഡ്പ്രസ്. ഓക്കെ, ഇൻ ദിസ് കേസ് നമുക്ക് ഒരു വേർഡ്പ്രസ് പേജ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പ്രോപ്പർ ഫോമിലല്ല ഉള്ളത്. സോ ബേസിക്കലി നമ്മളൊരു ഹോസ്റ്റിനെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർ പേജ് കിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം എന്താണ് ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഹോസ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. സോ നമുക്ക് ജസ്റ്റ് ബാക്ക് ടു ഓക്കെ, ഇവിടെ ഒരു CSS പേജ് ഉണ്ട്, HTML പേജ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, HTML പേജിൽ പാരന്റ് ഡയറക്ടറി. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ഹിയർ, nothing in downloads, contacts, nothing. സെയിം തന്നെ index.html പേജ് തന്നെയാണുള്ളത്. സോ
ഇത് ഒരു ഇമേജ് ഫോൾഡർ ഉണ്ട്, അതിലെന്താ? ഓക്കെ, സോ ഇമേജ് ഫോൾഡറിൽ നമുക്ക് കുറച്ച് 2-3 പിന്നെ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഒരു ഹാക്ക് ദ പ്ലാനറ്റ്, നമ്മൾ ഇൻഡെക്സ് പേജിലുള്ള ഒരു ഇമേജ്. ഇത് ജസ്റ്റ് ഒരു അടുത്തൊരു ഇമേജ്. there we go. നമുക്കൊരു ഹിൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 192.168.1.35 ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, നമ്മളോട് ലോക്കൽ ഹോസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോക്കൽ ഹോസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ബേസിക്കലി അതൊരു ഇമേജ് ആണെങ്കിൽ കൂടിയും നമുക്ക് അതിൽ ഒരു ഹിൻഡ് കൂടിയാണ് ലോക്കൽ ഹോസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ആഡ് ദ ലോക്കൽ ഹോസ്റ്റ്. സോ ലോക്കൽ ഹോസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാന്ന് വെച്ചാൽ sudo nano /etc/host hosts. ഓക്കെ, ഇതിലാണ് ബേസിക്കലി നമ്മൾ ഹോസ്റ്റിനെ ആഡ് ചെയ്യുക. സോ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ബേസിക്കലി ഹോസ്റ്റിനെ ആഡ് ചെയ്യുക. സോ അതിൽ പറഞ്ഞ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹോസ്റ്റിനെ ആഡ് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് ദാറ്റ് പിക്ചർ. ലോക്കൽ ഹോസ്റ്റ് 192. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ഈ ഒരു IP അല്ല കൊടുക്കേണ്ടത്, ജസ്റ്റ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു IP ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. സോ കോപ്പി ദാറ്റ് ആൻഡ് Shift Control V. Oops. HTTP ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് IP മാത്രം മതി. ഒരു ടാബ് പ്രസ് ചെയ്തിട്ട് ലോക്കൽ ഹോസ്റ്റ്, ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് മാത്രം ആഡ് ചെയ്യാം. ലോക്കൽ host ആൻഡ് Control O. Control O എന്തിനാ പ്രസ് ചെയ്യുന്നത് വെച്ചാൽ അതിനെ ഓവർറൈറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രസ് എൻ്റർ, Control X. അപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റിനെ ആഡ് ചെയ്തു. നമുക്കിനി ആ ഒരു നേരത്തെ നമുക്കൊരു വേർഡ്പ്രസ് പേജ് കിട്ടിയിരുന്നു. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് വെക്കാം. oops, സംതിങ് ഈസ് റോങ്, കിട്ടുന്നില്ല. ഞാനെന്തെങ്കിലും ലെറ്റ്സ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ലോക്കൽ ഹോസ്റ്റ് 56. ഓക്കെ, ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇമേജസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെന്താ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതുണ്ട് എന്ന് നോക്കാം. സോ ബേസിക്കലി നമുക്കൊരു വെബ്സൈറ്റ് വേർഡ്പ്രസ് പേജ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു WP സ്കാൻ, അതായത് വേർഡ്പ്രസ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ WP സ്കാൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ലിങ്കിൽ ഒരു വേർഡ്പ്രസ് ലിങ്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോപ്പി ചെയ്യാം, ജസ്റ്റ് കോപ്പി. നമുക്ക് അതിൽ എന്തെങ്കിലും യൂസേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി വേർഡ്പ്രസിൻ്റെ പേജ് നമ്മൾ കണ്ടു ഇവിടെ. ഓക്കെ, ദിസ് വൺ. സോ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ദ വേർഡ്പ്രസ് പ്രോപ്പർ പേജ്. സോ നമുക്ക് WP സ്കാൻ ചെയ്ത് നോക്കാം. WP സ്കാൻ. Okay, just the IP, we have to specify the URL. Minus URL. That's it. Just run it. Okay, so I have to update that. Okay, update down under. No plugins, no enumeration. നമുക്ക് യൂസറിനെ എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി ഒരു എന്യൂമറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് -e ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ യൂസറിനെ നമുക്ക് എന്യൂമറേറ്റ് ചെയ്യാം. ഏതൊക്കെ യൂസർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് -u, ജസ്റ്റ് -eu, enumerate user, or you can type tag enumerate user. Okay, so in this case -eu, press enter. അത് എന്ത് ചെയ്യും? ഏതൊക്കെ യൂസേഴ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, യൂസർ ഐഡൻറ്റിഫൈ, ഒരു വെബ് എന്നും പറഞ്ഞിട്ടൊരു യൂസറിനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൽ വേറെ ഓക്കെ, index.php
നമുക്കൊരു അഡ്മിൻ പേജ് ഉണ്ട്, അഡ്മിൻ പേജിലേക്ക് കൂടി പോയി നോക്കാം. സോ ഇറ്റ് ഈസ് ബേസിക്കലി സെയിങ് ദാറ്റ് PHP we have problem with our this one, so let me remove that and do it later. Control O, Control X, load it under localhost PHP directory, some problem ping IP 192.168.56.10 56.104. Okay, is this still working? ഓക്കെ, വേർഡ്പ്രസ് പേജ് വർക്കിംഗ് ആണ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് വേർഡ്പ്രസ്സിൻ്റെ ലോഗിൻ പേജ് കിട്ടാത്തതെന്ന് അറിയില്ല. എനിവേ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാവും. സോ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് വെറുതെ നിൽക്കണ്ട. സോ ബാക്കിയുള്ള എന്തൊക്കെ എന്യൂമറേഷൻ പ്രോസസ്സുകളുണ്ട് എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് വെബ്സൈറ്റിനുള്ളിൽ നമുക്ക് കുറച്ച് PNG ഫയൽ ഫോട്ടോസ് കിട്ടിയിരുന്നു. സോ നമുക്ക് ബേസിക്കലി നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്ത് കണ്ടൻറ്റ് കിട്ടിയാലും അതിനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഇഫ് നമ്മൾ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇമേജസിനെ ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C ആൻഡ് wget ചെയ്യാം. wget എന്നിട്ട് ആ URL കോപ്പി ചെയ്യുക, എൻ്റർ. സോ ഇറ്റ് ഈസ് സക്സസ്ഫുള്ളി ഡൗൺലോഡഡ്. ഓക്കെ, ls where is it? Okay, it's over here. So basically നമുക്ക് ഒരു ഇമേജിനെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടൂളാണ് exif ടൂൾ എന്ന് പറയുന്നത്. exif ടൂൾ. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിൻ്റെ നെയിം അത് കൊടുക്കുക. സോ ബേസിക്കലി ഇവിടുത്തെ ഇമേജിൻ്റെ നെയിം BG. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ്. അതിന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടോ എന്നുള്ളത്. സോ ഹോൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ടൈപ്പ് ഇമേജ് ബേസ് ലൈൻ. ഓക്കെ, ഈ ഒരു ഇമേജിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സോ സോറി ഫോർ ദിസ്. അപ്പോൾ നമുക്കിനി അടുത്ത ഇമേജ്, നമുക്ക് വേറൊരു ഇമേജ് കൂടി ഉണ്ടല്ലോ അവിടെ, ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് നമ്മളിപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്തത്. സോറി, ദിസ് വൺ. നമുക്കിനി ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. Ctrl+C ആൻഡ് wget. ഓക്കെ, അതും ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ പേര് flaghost.png. സോ again we can use exif TOOL and flaghost. Flaghost directory. Okay. Actually this is seem interesting. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ മെയ്ക്ക് എന്നുള്ള ഈ ഒരു പോർഷനിൽ നോർമലി കാണിക്കേണ്ടത് അതിൻ്റെ പിന്നെ ഓതറിൻ്റെ നെയിം അല്ലെങ്കിൽ പിന്നെ ഏത് ഡിവൈസിലാണ് ആ ഫോട്ടോ എടുത്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. പക്ഷേ ഇവിടെ നമുക്ക് പാസ്വേഡ് @45 എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത് കിട്ടിയിട്ടുണ്ട്. പ്രോബബിലി ഇതൊരു പാസ്വേഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, പാസ്വേഡ് അല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഇറ്റ് വിൽ ബി സം കേസ് അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വൺ മോർ PNG, ബട്ട് പ്രോബബ്ലി ഈ ഒരു ഇമേജ് ഫയലിൽ നമുക്ക് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐക്കൺസ്
സീക്വൻസിൽ 3 ഇമേജസ് വേറെ ഉണ്ട്. ഓക്കെ, അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എൻമാപ്പിൽ ഓക്കെ, നമുക്കിവിടെ ഒരു SSH പോഡ് ഓപ്പൺ ആണ്. സോ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു പാസ്വേഡും നമ്മൾ നേരത്തെ എന്യൂമറേറ്റ് ചെയ്തപ്പോൾ, സോറി, അത് വെബിലുള്ള യൂസറാണ് വെബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത്. സോ നമ്മൾ എഗെയിൻ സ്റ്റക്കാണ്. സോ അത് എന്താകും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് പാസ്വേഡ് അറ്റ് പ്രൊഫൈൽ. ഓക്കെ, എനിവേ നമുക്കൊന്ന് SSH ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ ലെറ്റ് മീ ക്ലിയർ ദിസ് സ്ക്രീൻ. സോ ബേസിക്കലി SSH എങ്ങനെയാണ് റൺ ചെയ്യാന്ന് വിചാരിച്ച് ജസ്റ്റ് SSH ദെൻ ആ യൂസർ നമ്മൾ ജസ്റ്റ് വെബ് എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് ട്രൈ ചെയ്യാം. വെബ് അറ്റ് IP address copy and shift to control V, press enter. So asking for a password. So നമുക്ക് ഈ ഒരു പാസ്വേഡ് നമുക്ക് കൊടുത്തു നോക്കാം. പാസ്വേഡ് copy control C paste here. No, that is not a password. So probably അത് SSH ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് അല്ല. ചിലപ്പോൾ ഈ ഒരു യൂസർ കറക്റ്റ് ആവാനും വഴിയില്ല. ചിലപ്പോൾ ഈ പാസ്വേഡ് SSHൻ്റെ ആവാം, പക്ഷേ യൂസർ നമ്മൾ നേരത്തെ ഈ ഒരു യൂസറിനെ നമുക്ക് കിട്ടിയത് വേർഡ് പ്രസ് എന്യൂമറേറ്റ് ചെയ്തപ്പോഴാണ് അല്ലേ. വേർഡ് പ്രസ് ഇവിടെ എന്യൂമറേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ യൂസറിനെ കിട്ടിയത്. സോ പ്രോബബ്ലി അത് SSHൻ്റെ യൂസർ ആവാനും വഴിയില്ല. സോ ഇനി നമുക്ക് അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എവിടെയത്, ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ സംഗതി ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അതെന്താണ് എന്നുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്ക് index.html ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗോബസ്റ്റർ കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. സോ ബേസിക്കലി എങ്ങനെ ഗോബസ്റ്റർ ഡയറക്ടറി dir -url, then we have to paste the URL. Then we have to specify the word list also. So -w, അതിന് വേണ്ടിയിട്ട് നമുക്ക് -w യൂസ് ചെയ്തിട്ട് സ്ലാഷ്, നമ്മൾ നോർമൽ കേസിൽ നമ്മളെ വേർഡ് ലിസ്റ്റുകൾ ഫുള്ള് ഉള്ളത് /user share വേർഡ് ലിസ്റ്റ് ലാണ് നോർമലായിട്ട് പിന്നെ നമ്മുടെ എല്ലാ അത്യാവശ്യമുള്ള എല്ലാ വേർഡ് ലിസ്റ്റുകളും ഉണ്ടാവുക. പാസ്വേഡ് ബ്രൂട്ട് ഫോഴ്സിങ്, യൂസർ ബ്രൂട്ട് ഫോഴ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ WFuzz എന്നും പറഞ്ഞിട്ടൊരു ഫോട്ടോ ഉണ്ട്, അതിൽ ഫസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡ് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഇവിടെ നമുക്ക് common.txt അല്ലെങ്കിൽ rocky.txt ഏതെങ്കിലും യൂസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. സോ നമുക്ക് ഈ ഇവിടുത്തെ കേസിൽ നമുക്ക് ടെർബസ്റ്ററിലുള്ള ഒരു ഡയറക്ടറി, ഓക്കെ, ഡയറക്ടറി -list to medium, ഓക്കെ, medium.txt നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് ഡയറക്ടറീസ് ടെർബസ്റ്ററിൽ ഡയറക്ടറീസ് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതാണ്. സോ ലെറ്റ്സ് റൺ ഇറ്റ്. ഓക്കെ, ഇതിവിടെ റൺ ആവുന്നുണ്ട്. സോ സെയിം ടൈം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നമ്മുടെ ഇതിലുള്ള ഡിർബ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. എനിത്തിങ് യൂസ്ഫുൾ, admin CSS, admin page image, okay, local host നമ്മൾ റിമൂവ് ചെയ്താണ്.
progress. So let's figure it out. So something possibly ഇത് പാസ്വേഡ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനി ഇത് എന്താകാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. Any other directory or something? Make. Okay, GoBuster nothing. Okay, GoBuster ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. So upload contents WordPress. നമുക്ക് വേർഡ്പ്രസ് പേജിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അഡ്മിൻ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നോ ഐഡിയ. ഓക്കെ, നമുക്ക് കിട്ടിയതൊന്ന് ഡയറക്ടറി ആയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് കോപ്പി ദാറ്റ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഓവർ ഹിയർ. Nothing found. Okay, now for IP, just nothing found. Yes. Okay guys, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു ഡയറക്ടറി ആയിരുന്നു കേട്ടോ ആക്ച്വലി. സോ നമ്മളിവിടെ കണ്ടുപിടിച്ച പാസ്വേഡ് അറ്റ് 45 എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിയാണ്, ബേസിക് ഡയറക്ടറിയാണ്. സോ ഇതിൽ ഫ്ലാഗ് ഡോട്ട് ടി എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണുന്നുണ്ട്, അതേപോലെ ഹോസ്റ്റ് കോൺഫിഗറേഷൻ ഡോട്ട് ടി എക്സ്. നമുക്ക് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളോട് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ലോക്കൽ ഹോസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബട്ട് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടും പക്ഷേ നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഇനി മറ്റേ ഫയൽ എന്താ നോക്കാം. Holy shit. ഓക്കെ, ഇത് സം കൈൻഡ് ഓഫ് കോഡാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം, എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ. പേസ്റ്റ് geek decoder. Let's see. What is that? Okay, then the geek decoder text difference between plus resolution. Okay, so നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് നോക്കാം. ഇതെന്താണ് geek decoder? Okay, let's paste it over here and take it. Let's see എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്നുള്ളത്. To create a link available in computers. Okay, we have to find out what it is. Illustrate Morse code. This is Morse code.
Okay, let me try that. There is something called brain brain. It is something like this. Brain fuck. Oh, there we go. Yeah. Oh, look over here. Just ഈ പിക്ചർ നോക്ക്. ഓ അതിൽ നമുക്ക് കിട്ടിയ സെയിം കോഡാണ്. Yes. So this is definitely a brain fuck coding. So let's brain fuck decoder. Okay. Yes, it is. So നമുക്ക് just decode ചെയ്യാം ഈ brain fuck control and execute. Okay. Oops. What is ad blocker? This message. Okay, anyway, നമുക്ക് ഇവിടെ ഒരു and we got it hacker at 4514. Okay, നമുക്ക് വെബ് വെബ് കോളൻ ഹാക്കർ അറ്റ്. ഓക്കെ, അപ്പോൾ വെബ് എന്ന് പറയുന്ന യൂസർ ആക്ച്വലി യൂസറാണ് കേട്ടോ. അപ്പോൾ വെബിൻ്റെ പാസ്വേഡ് ആയിരിക്കണം ഹാക്കർ അറ്റ് 4514 എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. വെബ് hacker at 4514. Okay, so let's try the SSH again and let's see how it works or not. So web at SSH web at 192.168.56.56.104. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പാസ്വേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായിരുന്നു? ഹാക്കർ അല്ലേ? ഹാക്കർ at 4514. Oops. Okay, let me copy paste that. Copy and paste it over here. Holy shit. അപ്പോൾ നമുക്കൊരു ഷെല്ല് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഐ വിൽ ഷോ യു. Okay, who am I? Okay, it's saying that I am web. So ഇത് ഒരു ബേസിക് ഷെല്ലാണ്. സോ നമുക്ക് ഈ ഒരു ഷെല്ലിനെ നമുക്ക് ജനറിക് ഷെല്ലായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഓക്കെ, നമുക്ക് ബാഷ് മൈനസ് ഐ അടിക്കുമ്പോൾ നമുക്ക് പിന്നെ ജനറിക് ഷെല്ലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓർ നിങ്ങൾക്ക് പിന്നെ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ട്. ലെറ്റ് മീ ഷോ ദാറ്റ്. പൈത്തൺ മൈനസ് സി സിംഗിൾ ഇമ്പോർട്ട് കോമ ഇമ്പോർട്ട് pty pty dot spawn spawn open bracket double inverted comma then slash bin slash bash. I know ഇത് കുറച്ച് ടൈപ്പ് ചെയ്യാനുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ജസ്റ്റ് രണ്ട് ഇതിൽ കഴിയുമെന്നുള്ളത് അറിയാം. ബട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഈ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പൈത്തൺ മൈനസ് സി ഇമ്പോർട്ട് pty സ്പോൺ ഇത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഷെല്ല് കിട്ടും. സോ ബേസിക്കലി എന്താണ് ഷെല്ല്, ജനറിക് ഷെല്ലും നോർമൽ ഷെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഷെല്ലെല്ലാം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഈ ഒരു ഷെല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജനറിക് ഷെൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ അതിലൊരു നെയിം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ഇതൊക്കെ കാണുന്ന പോലെ ഒരു നെയിം അവിടെ ഉണ്ടാവും, വെബ് അറ്റ് ജാക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഓക്കെ, വി ഹാവ് ടു ക്ലിയർ.
ഓക്കെ, അപ്പം ഷെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇതിൽ നമുക്ക് എന്യൂമറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോയെന്നാണ്. അപ്പം ആ ഒരു എന്യൂമറേഷൻ വഴി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂഡോ -l അടിക്കുക. ഓക്കെ, സോ വി ഹാവ് എ വേ ടു എന്യൂമറേറ്റ്. സോ ബേസിക്കലി ഈ ഒരു ഡയറക്ടറി റൺ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ നമുക്ക് റൂട്ട് ആവാൻ പറ്റും, അല്ലെങ്കിൽ റൂട്ടിൻ്റെ പ്രിവിലേജ് ഉള്ള ഡയറക്ടറി ആണ് എന്നാണ് ബേസിക്കലി പറയുന്നത്. യൂസർ ബിൻ ഓർക്ക്. ഓക്കെ, ദർ ഈസ് ഒരു സൈറ്റ് ഉണ്ട് GTFO bin എന്ന് പറഞ്ഞിട്ട്. ഐ വിൽ ഷോ യു. സോ GTFO, ഓക്കെ, GTFO bins. ഓക്കെ, സോ ഇതിൽ പോയി കഴിഞ്ഞാൽ AWK എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക പാരാമീറ്റർ സിൻടാക്സ് എന്താ എനിക്ക് പിന്നെ ഒരു പിന്നെ ബൈനറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും AWK. സോ ലെറ്റ് സെർച്ച് ദാറ്റ് AWK. ഓക്കെ, AWK എന്ന് പറഞ്ഞ ബൈനറി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതിൽ ബേസിക്കലി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരു കമാൻഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഫുള്ള് നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ, എങ്ങനെ എന്താണ് ഇത് വർക്കിംഗ്, എങ്ങനെയാണ്, എന്താണ് ആക്ച്വലി ചെയ്യുന്നത്. It can be used to break out the restricted environment by spawning an interactive shell. Okay, so നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിക്കം റൂട്ട് ആവാൻ പറ്റും. കാരണം there is something out there called suite bit. സോ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ ID എന്ന് ടൈപ്പ് ചെയ്താൽ സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 101.1000. ഓക്കെ, വെബ് എന്ന് പറയുന്ന യൂസറുടെ UID 1001 ആണ്. ഇവിടെ പിന്നെ ബാക്കിയുള്ളതൊക്കെ 1000. ഓക്കെ, സോ ബേസിക്കലി ഇതേപോലെ റൂട്ടിനും ഇപ്പോൾ നമ്മൾ ബിക്കം റൂട്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ID എന്ന് അടിച്ചു കഴിഞ്ഞാൽ റൂട്ടിനും ഇതേപോലെ ഒരു ID ഉണ്ടാവും. സോ ഇൻ സം കേസ് നമുക്ക് ചില പ്രോഗ്രാമുകൾ റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ഡയറക്ടറി, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഡയറക്ടറി റൺ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു കമാൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഓക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓക്ക് എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിവിലേജ് എസ്കുലേഷൻ നടത്താൻ വേണ്ടി ശ്രമിച്ചാൽ ആക്ച്വലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് റൂട്ടിൻ്റെ UID ബേസ്, അല്ലെങ്കിൽ റൂട്ടിൻ്റെ പ്രിവിലേജോട് കൂടിയിട്ട് നമുക്ക് ഈ ഓക്ക് കമാൻഡ് റൺ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ആ ഒരു ഡയറക്ടറി റൺ ചെയ്യുമ്പോൾ റൂട്ട് പ്രിവിലേജോട് കൂടി, അല്ലെങ്കിൽ റൂട്ടിൽ എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ ആ ഒരു പ്രിവിലേജോട് കൂടിയാണ് നമുക്ക് പിന്നെ ആ ഒരു ഫുൾ പ്രിവിലേജോട് കൂടിയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ബിക്കം റൂട്ട് ആവാൻ പറ്റും. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. Control C, just Control C and Control V. Oops, it didn't work. Begin system oak. I don't know why. Okay, let me try that. Sudo bash -i and try this again. Sudo. Okay, so I have to use sudo over here. ഓ, നമുക്കിവിടെ ഇപ്പോൾ പിന്നെ റൂട്ട് ആവാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൂ ആം ഐ അടിച്ചു നോക്കാം. ഹൂ ആം ഐ. യെസ്, വാല, വി ആർ ഹിയർ, റൂട്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നേരെ റൂട്ടിലേക്ക് പോവുക. അവിടെ ഒരു ഫ്ലാഗ് ഉണ്ടാവും, ആ ഫ്ലാഗിനെ പൊക്കുക. സോ CD റൂട്ട്, അതിന് മുന്നേ ls -la ടൈപ്പ് ചെയ്ത് നോക്കുക. സോ റൂട്ടിലല്ല, ഇത് ഇവിടെ തന്നെ ഉണ്ട്, flag.txt. ഓക്കെ, നമ്മൾ കറക്റ്റ് ഇപ്പോൾ എവിടെയാണുള്ളത്, pwd അടിച്ചാൽ ഓക്കെ വെബ് എന്ന് പറയുന്ന ആളുടെ ഹോമിലാണ് നമ്മളുള്ളത്. പക്ഷേ നമുക്ക് ഫ്ലാഗ് ഇവിടെ തന്നെ ഉണ്ട്. സോ നമുക്ക് ഫ്ലാഗിനെ ക്യാറ്റ് ചെയ്യാം. ക്യാറ്റ് flag.txt. okay, my bad, it is flag3. Cat flag3.txt. voila. So at last we are here. Go to root. No, they are saying to go to root. നമ്മളോട് റൂട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. സോ CD
സ്ലാഷ്. ബേസിക്കലി സ്ലാഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമുക്ക് റൂട്ട് ഡയറക്ടറി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലാഷ് ഇടുന്നത്. സോ സ്ലാഷിലേക്ക് പോയിട്ട് ജസ്റ്റ് ls, ഓക്കെ, അവിടെ ഒരു റൂട്ട് ഡയറക്ടറി ഉണ്ടാവും, നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ, റൂട്ട്. സോ വി ഹാവ് ടു ചേഞ്ച് ഡയറക്ടറി ടു root and let's ls minus la. So there is something called final.txt. That is our final flag. So cat, let's view that, cat final dot txt. Whew. Finally a root, we have become root. Okay, so final root flag. So അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ചെയ്യാനുള്ളത്. ഐ തിങ്ക് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് നമുക്ക് മറ്റേ വേർഡ് പ്രസിൻ്റെ സൈറ്റ് കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ വേർഡ് പ്രസിൻ്റെ ആ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ചെയ്യാം, പക്ഷേ നമുക്ക് ഇവിടുത്തെ കേസിൽ എന്തുകൊണ്ടാണ് ലോഗിൻ ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ലെറ്റ് മീ ട്രൈ ദാറ്റ് വൺസ് അഗെയിൻ. ക്ലിയർ sudo nano slash etchosts host. ഓക്കെ, ഇവിടെ വേറൊരു ലോക്കൽ ഹോസ്റ്റ് ഉണ്ട്, ഇനി അതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. എനിവേ ജസ്റ്റ് ആ ഒരു ലോക്കൽ ഹോസ്റ്റിന് നമുക്ക് I have to save that. 192.168.56. What was the IP? 104, right? 104 local host, local host, local host. Control O, enter, Control X, and let's try that again. No, nothing here. I don't know guys why I'm getting this error. It is still say localhost. Okay, what was the first.txt, ctf IP and localhost, add localhost file. So localhost. Okay, anyway, എന്തുകൊണ്ടാണ് ഈ ഒരു എറർ വരുന്നതെന്ന് എനിക്കറിയുന്നില്ല. Did I miss something? ബാക്കിയുള്ള അഡ്രസ്സുകൾ കൊടുക്കുന്നു. Control O, enter. .56.104. ഹോലി മൗലി. ഓക്കെ, നമുക്കിവിടെ ഒരു ലോഗിൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വെബ് അല്ലായിരുന്നു, വെബ് ആൻഡ് hacker at 4514. Don't save, back. Copy, paste it, number, login. So I don't know what actually the problem, but anyway we get rooted the machine, so we got the final flag. So ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ബേസിക്കലി ഒരു സിമ്പിൾ മെഷീനാണ്, വെരി ബിഗിനർ ഫ്രണ്ട്ലി മെഷീനാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. Bye. See you by the next video. Stay tuned.